ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ എന്ന ടോപ്പിക്കാണ്. ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 15-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ യൂറോപ്യൻ നാവികർ പുതിയ വ്യാപാര പാതകൾ കണ്ടെത്താനും പുതിയ വ്യാപാര പങ്കാളികളെ തേടിയും ലോകമെമ്പാടും യാത്രകൾ നടത്തി. ഈ കാലഘട്ടത്തെയാണ് ചരിത്രത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ യുഗം അല്ലെങ്കിൽ പര്യവേഷണങ്ങളുടെ യുഗം എന്ന് വിളിക്കുന്നത്. 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലുകളും സമുദ്രപാതകളുടെ കണ്ടുപിടുത്തവും ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. കിഴക്ക് നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളും അന്വേഷിക്കുന്നതിനാണ് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ ആരംഭിച്ചത്. ഇറ്റാലിയൻ നഗരങ്ങൾ നിലനിർത്തിപ്പോന്ന മധ്യധരണ്യാഴി വ്യാപാരത്തിൻ്റെ കുത്തക അവസാനിപ്പിക്കുന്നതിനായി സ്പെയിൻ, പോർച്ചുഗൽ എന്നീ അറ്റ്ലാന്റിക് ശക്തികൾ ശ്രമിച്ചിരുന്നു. ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ ചെങ്കടൽ വഴിയും പേർഷ്യൻ ഉൾക്കടൽ വഴിയുമാണ് യൂറോപ്പിലേക്ക് എത്തിയിരുന്നത്. ചിലവേറിയ കരമാർഗം ഉപയോഗിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. 15-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ യൂറോപ്യൻ നാവികർ പുതിയ പാതകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? പുതിയ വ്യാപാര പങ്കാളികളെ തേടുന്നതിന് വേണ്ടിയായിരുന്നു. തുർക്കികൾ 1453-ൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ ഈ കരമാർഗം വിച്ഛേദിക്കപ്പെട്ടു. ഇതോടെ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുവാൻ സമുദ്രത്തിലൂടെ മാത്രമുള്ള പുതിയൊരു മാർഗം കണ്ടുപിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി. അപ്പം ഇവരുപയോഗിച്ചിരുന്ന കരമാർഗം 1453-ൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ അതും ഇല്ലാതെയായി. ഇതോടെ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സമുദ്രത്തിലൂടെയുള്ള മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു. ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾക്ക് നേതൃത്വം നൽകിയ രാജ്യമാണ് പോർച്ചുഗൽ. നാവികനായ ഹെൻറി രാജകുമാരൻ യുവജനങ്ങളെ നാവികവിദ്യ പരിശീലിപ്പിക്കാനും സമുദ്ര പര്യവേഷണം നടത്തുവാനുമായി പോർച്ചുഗലിൽ ഒരു പഠനകേന്ദ്രം ആരംഭിച്ചു. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾക്ക് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? പോർച്ചുഗലാണ്. അപ്പം പോർച്ചുഗൽ നാവികനായ ഹെൻറി രാജകുമാരൻ നാവികവിദ്യ പരിശീലിപ്പിക്കാനും സമുദ്ര പര്യവേഷണത്തിനും ആ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോർച്ചുഗലിൽ ഒരു പഠന കേന്ദ്രം ആരംഭിച്ചു. നാവികനായ ഹെൻറി എന്നറിയപ്പെടുന്ന പോർച്ചുഗീസ് രാജാവ് ഹെൻറിയാണ്. 1488-ൽ ഈ പരിശീലന കേന്ദ്രത്തിൽപ്പെട്ടവരായ ബർത്തലോമിയോ ഡയസ് എന്ന പോർച്ചുഗീസ് നാവികൻ്റെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പിലെത്തി. 1488-ൽ ഈ പരിശീലന കേന്ദ്രത്തിൽപ്പെട്ട ബർത്തലോമിയോ ഡയസിൻ്റെ നേതൃത്വത്തിൽ എവിടെ എത്തി? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ തെക്കേ അറ്റത്തുള്ള മുനമ്പിലെത്തി. ബർത്തലോമിയോ ഡയസ് എവിടെ ഉള്ളതാണ്? പോർച്ചുഗീസ് നാവികനാണ്. ഇന്ത്യയിലേക്ക് ഒരു സമുദ്രമാർഗം കണ്ടെത്താനായി പോർച്ചുഗലിൻ്റെ രാജാവായ ജോൺ രണ്ടാമൻ ബർത്തലോമിയോ ഡയസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയച്ചത്. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള സമുദ്രമാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജോൺ രണ്ടാമൻ ബർത്തലോമിയോ ഡയസിനെ എവിടേക്ക് അയച്ചത്? ഇന്ത്യയിലേക്ക് അയച്ചത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ മുനമ്പിലെത്തിയ ഇദ്ദേഹത്തിന് ശക്തമായ കൊടുങ്കാറ്റ് മൂലം മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. ആ മുനമ്പിന് കോപ്പ് ഓഫ് സ്റ്റോംസ് എന്ന പേര് നൽകി ഇദ്ദേഹം തിരിച്ചു പോർച്ചുഗലിലേക്ക് മടങ്ങി. അതായത് കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന പേര് നൽകി അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ഈ മുനമ്പിൻ്റെ കണ്ടുപിടുത്തം ഇന്ത്യയിലേക്ക് ഒരു സമുദ്രമാർഗം കണ്ടെത്താമെന്ന പ്രതീക്ഷ നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോൺ രണ്ടാമൻ ഇതിന് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പേര് നൽകി. ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേര് നൽകിയത് ജോൺ രണ്ടാമൻ രാജാവാണ്. എന്നാൽ ഈ ശുഭപ്രതീക്ഷ മുനമ്പിന് കോപ്പ് ഓഫ് സ്റ്റോംസ് എന്ന പേര് നൽകിയത് ബർത്തലോമിയോ ഡയസ് ആണ്. ബർത്തലോമിയോ ഡയസിനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ജോൺ രണ്ടാമൻ രാജാവാണ്. സ്പാനിഷ് നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് 1492-ൽ അമേരിക്കയുടെ കിഴക്കേ തീരത്തെത്തി. അപ്പോൾ സ്പാനിഷ് നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം 1492-ൽ എവിടെയാണ് എത്തിയത്? അമേരിക്കയുടെ കിഴക്കൻ തീരത്താണ് എത്തിയത്. കൊളംബസും സംഘവും യാത്ര തിരിച്ച കപ്പൽ സെന്റ് മരിയ പിന്റ നീന. കൊളംബസ് യാത്ര ആരംഭിച്ചത് സ്പെയിനിലെ
പാലോസ് തുറമുഖത്തിൽ നിന്നാണ്. അപ്പോൾ സ്പാനിഷ് നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് 1492 അമേരിക്കയുടെ കിഴക്കൻ തീരത്തെത്തിയത്. ഇദ്ദേഹവും സംഘവും യാത്ര തിരിച്ച കപ്പൽ സെന്റ് മരിയ പിന്റ്റ് നീന എന്നിവയാണ്. കൊളംബസ് യാത്ര ആരംഭിച്ചത് സ്പെയിനിലെ പാലോസ് തുറമുഖത്തിൽ നിന്നാണ്. ഭൂമി ഉരുണ്ടതായിരുന്നതിനാൽ പടിഞ്ഞാറ് നിന്നും യാത്ര തുടങ്ങിയാൽ കിഴക്കൻ രാജ്യങ്ങളിൽ എത്തും എന്ന യുക്തിയിലാണ് ഇദ്ദേഹം യാത്ര തിരിച്ചത്. അപ്പോൾ ഇദ്ദേഹം എന്ത് യുക്തിയിലാണ് യാത്ര തിരിച്ചത്? ഭൂമി ഉരുണ്ടതായിരുന്നതിനാൽ പടിഞ്ഞാറ് നിന്നും യാത്ര തുടങ്ങിയാൽ കിഴക്കൻ രാജ്യങ്ങളിൽ എത്തിച്ചേരും എന്ന യുക്തിയിലാണ് ഇദ്ദേഹം യാത്ര ആരംഭിച്ചത്. പാശ്ചാത്യരെ സംബന്ധിച്ച് യു.എസ്. പുതിയ ലോകമായിരുന്നു. കൊളംബസ് കപ്പലിറങ്ങുന്നത് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരമായ ബഹാമ ദ്വീപിലാണ്. 2 മാസത്തെ കപ്പൽ യാത്രയ്ക്കു ശേഷമാണ് ഇദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. ഇദ്ദേഹം കണ്ടെത്തിയ മറ്റു ദ്വീപുകൾ കരീബിയൻ ഉൾക്കടലിലെ ദ്വീപുകൾ ഇദ്ദേഹം കണ്ടെത്തി. വടക്കേ അമേരിക്കയിലെ തെക്കൻ തീരവും ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു. അപ്പം കൊളംബസ് കപ്പലിറങ്ങുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരമായ ബഹാമ ദ്വീപിലാണ്. 2 മാസത്തെ കപ്പൽ യാത്രയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം ഇവിടെ കപ്പലിറങ്ങുന്നത്. ഇദ്ദേഹം കണ്ടെത്തിയ മറ്റു ദ്വീപുകളാണ് കരീബിയൻ ഉൾക്കടലിലെ ദ്വീപുകൾ കണ്ടെത്തി. വടക്കേ അമേരിക്കയിലെ തെക്കൻ തീരം എന്നിവയെല്ലാം കണ്ടെത്തിയത് ആരാണ്? കൊളംബസ് ആണ്. കൊളംബസ് കണ്ടെത്തിയത് പുതിയ ഭൂഖണ്ഡമാണെന്ന് തെളിയിച്ച നാവികനാണ് അമരിഗോ വെസ്പുച്ചി. അമരിഗോ വെസ്പുച്ചി തെക്കേ അമേരിക്കയിൽ എത്തിയ വർഷം 1507 തെക്കേ അമേരിക്കയുടെ 2000 നാഴികയോളം കണ്ടെത്തിയത് അമരിഗോ വെസ്പുച്ചിയാണ്. അമേരിക്കയിലെ ആദ്യ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് റെഡ് ഇന്ത്യൻസ്. അപ്പം മറ്റൊരു നാവികനാണ് അമരിഗോ വെസ്പുച്ചി. കൊളംബസ് കണ്ടെത്തിയത് പുതിയ ഭൂഖണ്ഡമാണെന്ന് തെളിയിച്ച നാവികനാണ് ഇദ്ദേഹം അമരിഗോ വെസ്പുച്ചി. തെക്കേ അമേരിക്കയിൽ എത്തിയ വർഷം 1507. തെക്കേ അമേരിക്കയുടെ 2000 നാഴികയോളം കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. പിന്നെ അമേരിക്കയിലെ ആദ്യ നിവാസികൾ അറിയപ്പെട്ടിരുന്ന പേര് എന്തെന്നാണ്? റെഡ് ഇന്ത്യൻസ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അമേരിക്ക എന്ന പേര് ലഭിച്ചത് എവിടെ നിന്നാണ്? അമരിഗോ വെസ്പുച്ചി. അമരിഗോ വെസ്പുച്ചിയിൽ നിന്നാണ് അമേരിക്ക എന്ന വാക്ക് കണ്ടെത്തിയത്, എന്ന പേര് അമേരിക്കയ്ക്ക് കിട്ടിയത്. കടൽ മാർഗം വഴി ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികനാണ് വാസ്കോ ഡ ഗാമ. 1498 വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ഇന്ത്യയിലെത്തി. അപ്പോൾ ആദ്യമായി ഗുഡ് ഹോപ്പ് മുനമ്പ് മറികടന്നത് ഏത് നാവികനാണ്? വാസ്കോ ഡ ഗാമയാണ്. ഇദ്ദേഹം 1498 വാസ്കോ ഡ ഗാമയും സംഘവും പര്യവേഷണത്തിനായി പുറപ്പെട്ടത്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമൻ രാജാവാണ്. ലിസ്ബണിലെ ബേലം തുറമുഖത്ത് നിന്നും ആണ് കപ്പൽ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹം എവിടെ നിന്നാണ് കപ്പൽ യാത്ര തുടങ്ങുന്നത്? ലിസ്ബണിലെ ബേലം തുറമുഖത്ത് നിന്നും. ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? മാനുവൽ ഒന്നാമൻ രാജാവാണ്. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ഇന്ത്യയിലേക്ക് എത്തിയത് വാസ്കോ ഡ ഗാമയാണ്. 1498 ഇദ്ദേഹം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന ഗാമയെ വിളിച്ചത് സാമുവൽ ഒന്നാമനാണ്. ഗാമ കേരളത്തിൽ എത്ര തവണയാണ് വന്നത്? ഗാമ കേരളത്തിൽ 3 തവണയാണ് വന്നത്. 1498, 1502, 1524. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്ന സ്ഥലം കാപ്പാട്, കോഴിക്കോടാണ്. എത്തിച്ചേർന്നത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമയും സംഘവും സഞ്ചരിച്ചിരുന്ന കപ്പൽ സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ബെറിയോ. അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് അറിയപ്പെടുന്നത് വാസ്കോ ഡ ഗാമയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് ഗാമയെ വിളിച്ചത് സാമുവൽ ഒന്നാമനാണ്. വാസ്കോ ഡ ഗാമ കേരളത്തിൽ 3 തവണയാണ് വന്നത്. 1498, 1502, 1524. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്ന സ്ഥലം കാപ്പാട്, കോഴിക്കോടാണ്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം 1498 മെയ് 20. വാസ്കോ ഡ ഗാമയും സംഘവും യാത്ര ചെയ്ത കപ്പൽ സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ബെറിയോ എന്നിവയാണ്. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൻ്റെ കപ്പിത്താനായിരുന്നു വാസ്കോ ഡ ഗാമ. 317 ദിവസം യാത്ര ചെയ്താണ് ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത്. 1519 ഫെർഡിനാൻഡ് മഗല്ലൻ്റെ നേതൃത്വത്തിൽ ഒരു പര്യവേഷണ സംഘം ലോകം ചുറ്റാനുള്ള ആഗ്രഹത്തിൽ പടിഞ്ഞാറോട്ട് പുറപ്പെട്ടു. ഫിലിപ്പീൻസിൽ വെച്ച്
പ്രാദേശിക ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പം 1519 ഫെർഡിനൻഡ് മഗല്ലന്റെ നേതൃത്വത്തിൽ ഒരു പര്യവേഷണ സംഘം ലോകം ചുറ്റാനുള്ള ആഗ്രഹത്തിൽ പടിഞ്ഞാറോട്ട് പുറപ്പെട്ടു. ഇവർ എത്തിപ്പെട്ടത് എവിടെയാണ്? ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീൻസിൽ വെച്ച് പ്രാദേശിക ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ മഗല്ലൻ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. സഹനാവികർ 1522 സ്പെയിനിൽ മടങ്ങിയെത്തി. 3 വർഷത്തിന് ശേഷം 18 പേരാണ് സ്പെയിനിലേക്ക് തിരിച്ചെത്തിയത്. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ദൗത്യം അങ്ങനെ പൂർത്തിയായി. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച പോർച്ചുഗീസ് നാവികനാണ് ഫെർഡിനൻഡ് മഗല്ലൻ. ഇത് 1519-1520 കരുതപ്പെടുന്നു. ഫിലിപ്പീൻസിന് ആ പേര് നൽകിയത് മഗല്ലനാണ്. ലോകം ചുറ്റിയ ആദ്യ നാവികനാണ് മഗല്ലൻ. അപ്പം ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച പോർച്ചുഗീസ് നാവികനാണ് ഫെർഡിനൻഡ് മഗല്ലൻ. ഇത് 1519-20 ഫിലിപ്പീൻസിന് ആ പേര് നൽകിയത് മഗല്ലനാണ്. ലോകം ചുറ്റിയ ആദ്യ നാവികനെന്ന് അറിയപ്പെടുന്നത് മഗല്ലനാണ്. വടക്കേ അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ പര്യവേഷണം ചെയ്യാനായി പുറപ്പെട്ട ഇംഗ്ലീഷ് ഫ്രഞ്ച് സംരംഭങ്ങളിൽ ആദ്യത്തേത് 1497 ജോൺ കബാട്ടിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. വടക്കേ അമേരിക്കയിലെ ന്യൂഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത് ജോൺ കബാട്ടാണ്. അപ്പോൾ വടക്കേ അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ പര്യവേഷണം ചെയ്യാനായി പുറപ്പെട്ട ആദ്യത്തെ നാവികനാണ് 1497 പുറപ്പെട്ട ജോൺ കബാട്ട്. വടക്കേ അമേരിക്കയിലെ ന്യൂഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത് ജോൺ കബാട്ടാണ്. ജോൺ കബാട്ടിൻ്റെ മകനാണ് സെബാസ്റ്റ്യൻ കബാട്ട്. ലബ്രഡോർ കണ്ടെത്തിയത് സെബാസ്റ്റ്യൻ കബാട്ടാണ്. ഇത് 1509 ഹഡ്സൺ ബേയും ഇവർ കണ്ടെത്തിയിരുന്നു. അപ്പം ജോൺ കബാട്ടിൻ്റെ മകനായ സെബാസ്റ്റ്യൻ കബാട്ടും ചേർന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളാണ് വടക്കേ അമേരിക്കയുടെ ന്യൂഫൗണ്ട്ലാൻഡ്, ലബ്രഡോർ, പിന്നെ ഹഡ്സൺ ബേ. ന്യൂഫൗണ്ട്ലാൻഡ്, ലബ്രഡോർ, ഹഡ്സൺ ബേ മുതലായ സ്ഥലങ്ങൾ ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളാക്കി മാറ്റിയത് ഇവരാണ്. അമേരിക്കയിലെ സെന്റ് ലോറൻസ് നദി കണ്ടെത്തിയത് ജാക്വിസ് കോർട്ടിയർ ആണ്. അപ്പം അമേരിക്കയിലെ സെന്റ് ലോറൻസ് നദി കണ്ടെത്തിയത് ആരാണ്? ജാക്വിസ് കോർട്ടിയർ. ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് ഉത്തേജനം പകർന്ന മാർക്കോ പോളോയുടെ കൃതിയാണ് സഞ്ചാരങ്ങൾ. അപ്പം ഓരോ നാവികന്മാരും യാത്ര തിരിക്കുമ്പോൾ അവർ ഓരോരോ അനുഭവങ്ങൾ കൂടി കൃതികളായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്കോ പോളോയുടേതാണ് സഞ്ചാരങ്ങൾ. അപ്പോൾ ഇതിലൂടെ ഇവർ ഓരോരുത്തരും വന്ന് അവരുടെ അനുഭവങ്ങൾ കൃതികളായിട്ട് എഴുതും. ഈ കൃതികളിലൂടെയാണ് ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള സുഗന്ധദ്രവ്യങ്ങളും അവിടെയുള്ള സാമ്പത്തികമായ കാര്യങ്ങളും ഓരോ രാജ്യത്തിലുള്ളവരും അറിയുന്നത്. അങ്ങനെയാണ് അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കുന്നത്. ചൈനയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യനാണ് മാർക്കോ പോളോ. ഉത്തര ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യ വ്യക്തിയാണ് റോബർട്ട് പിയറി. ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ വ്യക്തിയാണ് റൊണാൾഡ് അമുണ്ട്സെൻ. ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലും എത്തിച്ചേർന്ന ആദ്യത്തെ വ്യക്തിയാണ് റൊണാൾഡ് അമുണ്ട്സെൻ. അപ്പോൾ ചൈനയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യനാണ് മാർക്കോ പോളോ. ഉത്തര ധ്രുവത്തിൽ ആദ്യം എത്തിച്ചേർന്നത് റോബർട്ട് പിയറിയാണ്. ദക്ഷിണ ധ്രുവത്തിലെത്തിയത് റൊണാൾഡ് അമുണ്ട്സെൻ ആണ്. ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലും എത്തിയ ആരാണ്? റൊണാൾഡ് അമുണ്ട്സെൻ ആണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നാവികന്മാരും അവർ വന്നിറങ്ങിയ കപ്പലുകൾ ഏതൊക്കെയെന്നാണ്. കൊളംബസും സംഘവും എത്തിയത് സാന്റ് മറിയ, പിൻറ്റ്, നീന എന്നീ കപ്പലുകളാണ്. വാസ്കോഡഗാമയും സംഘവും സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളിലാണ്. ഫെർഡിനൻഡ് മഗല്ലൻ്റെത് ക്യൂൻ വിക്ടോറിയയാണ്. വില്യം ഹോക്കിൻസ് ഹെക്ടർ എന്ന് പറയുന്ന കപ്പലിലാണ് വന്നിറങ്ങിയത്. അപ്പം കൊളംബസ് സംഘവും സാന്റ് മറിയ, പിൻറ്റ, നീന, വാസ്കോഡഗാമയും സംഘവും സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ബെറിയോ, ഫെർഡിനൻഡ് മഗല്ലൻ, ക്യൂൻ വിക്ടോറിയ, വില്യം ഹോക്കിൻസ് ഹെക്ടർ എന്ന് പറയുന്ന കപ്പൽ. തീർത്ഥാടന പിതാക്കൾ മേഫ്ലവർ, ചാൾസ് ഡാർവിൻ, HMS ബീഗിൾ, ലെനിൻ, അറോറ, മാസ്റ്റർ റാൽഫ് ഫിച്ച്, ദി ടൈഗർ ഓഫ് ലണ്ടൻ. അപ്പം തീർത്ഥാടക പിതാക്കൾ മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ്. ചാൾസ് ഡാർവിൻ, HMS ബീഗിൾ, ലെനിൻ വന്നിറങ്ങിയ കപ്പൽ ഏതാണ്? അറോറ. മാസ്റ്റർ റാൽഫ് ഫിച്ച് വന്നിറങ്ങിയത് ദ ടൈഗർ ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന കപ്പലിലാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം.
ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാവികരും അവർ കണ്ടെത്തിയ രാജ്യങ്ങൾ ഏതെല്ലാമാണ്. ബാൽബോവ സ്പെയിൻകാരനാണ്. അദ്ദേഹം കണ്ടെത്തിയ രാജ്യം പനാമയാണ്. ക്രിസ്റ്റഫർ കൊളംബസ് ഇദ്ദേഹം ഇറ്റലിക്കാരനാണ്. ഇദ്ദേഹം കണ്ടെത്തിയത് അമേരിക്കയാണ്. ക്യാപ്റ്റൻ ജെയിംസ് ഇംഗ്ലണ്ടുകാരനാണ്. ഇദ്ദേഹം കണ്ടെത്തിയത് ഓസ്ട്രേലിയയാണ്. പെഡ്രോ അൽവാരസ് കബ്രാൾ പോർച്ചുഗീസുകാരനാണ്. ഇദ്ദേഹം കണ്ടെത്തിയത് ബ്രസീലാണ്. അപ്പോൾ സ്പെയിൻകാരനായ ബൽബോവ കണ്ടെത്തിയത് പനാമയാണ്. ഇറ്റലിക്കാരനായ ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയത് അമേരിക്കയാണ്. ഇംഗ്ലണ്ടുകാരനായ ക്യാപ്റ്റൻ ജെയിംസ് കണ്ടെത്തിയത് ഓസ്ട്രേലിയയാണ്. പെഡ്രോ അൽവാരസ് കബ്രാൾ പോർച്ചുഗീസുകാരനാണ്. ഇദ്ദേഹം കണ്ടെത്തിയത് ബ്രസീലാണ്. ജോൺ കബാൾട്ട് ഇംഗ്ലണ്ട് ന്യൂ ഫൗണ്ട്ലാൻഡ്. ബർത്തലോമിയോ ഡയസ് പോർച്ചുഗീസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. മാർക്കോ പോള ഇറ്റലി കണ്ടെത്തിയത് ചൈനയാണ്. ഹെൻറി ഹഡ്സൺ ഇംഗ്ലണ്ട് ഹഡ്സൺ ബേയാണ് കണ്ടെത്തിയത്. ആബെൽ ടാസ്മാൻ ഡച്ചുകാരനാണ്. ടാസ്മേനിയ ദ്വീപാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. അപ്പം ഇംഗ്ലണ്ടുകാരനായ ജോൺ കബാട്ട് ന്യൂ ഫൗണ്ട്ലാൻഡാണ് കണ്ടെത്തിയത്. പോർച്ചുഗീസുകാരനായ ബർത്തലോമിയോ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പാണ് കണ്ടെത്തിയത്. ഇറ്റലിക്കാരനായ മാർക്കോ പോളോ കണ്ടെത്തിയത് ചൈനയാണ്. ഇംഗ്ലണ്ടുകാരനായ ഹെൻറി ഹഡ്സൺ കണ്ടെത്തിയത് ഹഡ്സൺ ബേയാണ്. ആബെൽ ടാസ്മാൻ ഡച്ചുകാരനാണ്. ഇദ്ദേഹം കണ്ടെത്തിയത് ടാസ്മാനിയ ദ്വീപാണ്. ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഇംഗ്ലണ്ടുകാരനാണ്. ഇദ്ദേഹം കണ്ടെത്തിയത് ഹവായിയൻ ദ്വീപാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലിനെ കുറിച്ചാണ്. ഈ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു. ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണുക.